ഗൈസ് ഇന്ന് വിദേശ നിരയെ പരിശോധിക്കുന്ന സീരീസിൽ ജംഷഡ്പൂർ എഫ് സിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. 6 വിദേശ താരങ്ങളിൽ അവർ 2 താരങ്ങളെ നിലനിർത്തി, 2 താരങ്ങളെ അവർ തിരിച്ചു കൊണ്ടുവന്നു. മുമ്പ് ജംഷഡ്പൂരിൽ കളിച്ചിരുന്ന അതുപോലെ തന്നെ ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളാണ് രണ്ടുപേരും. അതായത് 6 താരങ്ങളും ISL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് എന്നുള്ളതാണ് ജംഷഡ്പൂരിൻ്റെ ഈ ഒരു സ്ക്വാഡിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് ഒരു മികച്ച സ്ക്വാഡാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ഡിഫൻസിൽ നിന്ന് തുടങ്ങുമ്പം സ്റ്റീഫൻ എസെ എന്ന് പറഞ്ഞിട്ടുള്ള താരം നൈജീരിയൻ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ളൊരു താരമാണ്. മുമ്പ് ജംഷഡ്പൂർ എഫ് സിയിൽ 2021 ആ സമയത്ത് കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഡീസൻറ്റ് സെൻട്രൽ ബാക്ക് എന്ന നിലയിലാണ് അന്ന് ഒരു പേരെടുത്തിരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിലുള്ള ഒരു മികവായിരുന്നു അദ്ദേഹത്തെ പറ്റി എടുത്ത് പറയാനുള്ളത്. പക്ഷേ അദ്ദേഹം 4 ഗോളുകൾ സ്കോർ ചെയ്തിരുന്നു. അതിൽ ഹെഡർ ഗോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. സെറ്റ് പീസ് സിറ്റുവേഷൻസിലൊക്കെ ഇദ്ദേഹത്തിന് നല്ല ഹൈറ്റുള്ള പ്ലെയർ ആയതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് മുതലാക്കാനായിട്ട് കഴിയുമായിരുന്നു. പിന്നീട് അദ്ദേഹം ISL പോയതിനു ശേഷം സ്കോട്ടിഷ് സെക്കൻഡ് ടയറിലൊക്കെ കളിച്ചിരുന്നു. അതുപോലെ ക്രൊയേഷ്യയിലെ സെക്കൻഡ് ടയർ കളിച്ചിരുന്നു. ഒടുവിൽ വിയറ്റ്നാം ലീഗിലാണ് കളിച്ചിരുന്നത്. അവിടെ നിന്നാണ് ISL താരം എത്തുന്നത്. എന്നാൽ മറ്റൊരു സെൻട്രൽ ബാക്കായിട്ട് വരുന്നത് ലാസർ സിർക്കോവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറാണ്. ലാസ്റ്റ് സീസണിൽ ചെന്നൈയിൽ കളിച്ച പ്ലെയറാണ്. ചെന്നൈൻ്റെ മെയിൻ CB ആയിരുന്നു ലാസ്റ്റ് സീസൺ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അവർ കുറേ മത്സരങ്ങളിൽ ഒരു 2 ഫോറിൻ സെൻട്രൽ ബാക്സിനെയൊക്കെ വെച്ച് കളിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം പറയാൻ പറ്റുന്നൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പെർഫോമൻസ് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും റേറ്റ് എച്ചിക്കാവ എന്ന് പറഞ്ഞിട്ടുള്ള ജപ്പാനീസ് താരമാണ്. ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന് പറയാം, ബോക്സ് ടു ബോക്സ് പ്ലെയറാണ്. ലാസ്റ്റ് സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ 5 ഗോൾസ് അദ്ദേഹം അടിച്ചിട്ടുണ്ട്. സോ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ജപ്പാൻ പ്ലെയർ ആണെങ്കിലും അദ്ദേഹം ജപ്പാനിലൊന്നും അദ്ദേഹത്തിന് വലിയ കരിയറൊന്നും ഇല്ല. അദ്ദേഹം കൂടുതലും കളിച്ചിരുന്നത് മാൾട്ട ലീഗിലാണ്, ISL വരുന്നതിന് മുമ്പ്. കഴിഞ്ഞ സീസണിൽ ഒരു എബോ ആവറേജ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു തീപ്പൊരി പ്രകടനമൊക്കെ നടത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. മിഡ്ഫീൽഡിൽ തീപ്പൊരി പ്രകടനം നടത്താൻ സാധ്യത കൂടുതൽ ഹാവി ഹെർണാണ്ടസ് എന്ന് പറയുന്ന സ്പാനിഷ് താരമാണ്. നമുക്കറിയാം ISL വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ATKMBയിലും പിന്നീട് ഒഡീഷയിലും BFCയിലും ഒക്കെ കളിച്ചിട്ട് ISL 99 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 21 ഗോളും 17 അസിസ്റ്റും അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റ് തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. ലാസ്റ്റ് 2 സീസണിൽ BFCയിലാണ് കളിച്ചത്. അവിടെ നോക്കിക്കഴിഞ്ഞാലും 53 മത്സരങ്ങൾ 15 ഗോളും 5 അസിസ്റ്റും. അദ്ദേഹത്തിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സ്കോറിങ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ലോങ് റേഞ്ചർ ഗോളുകൾ എപ്പോഴും നമുക്കറിയാം. അതുപോലെ തന്നെ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റാണ്, ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്. സോ ഒരു മിഡ്ഫീൽഡിൽ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിൻ എന്ന നിലയിൽ തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഹാവി ഹെർണാണ്ടസ് എന്ന് പറയുന്നത്. ഇനി ഫോർവേഡ്സിലേക്ക് വരുന്നൊരു സമയത്ത് ആദ്യത്തെ ഒരു പ്ലെയർ ഹാവി സിവേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് സെൻട്രൽ ഫോർവേഡാണ്. സോ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ISL പറഞ്ഞ 2021 തൊട്ട് കളിക്കുന്നുണ്ട്. ഹൈദരാബാദിൽ കളിച്ചിരുന്നു, ഈസ്റ്റ് ബംഗാളിൽ കളിച്ചിരുന്നു. ലാസ്റ്റ് സീസണിൽ ജനുവരിയിലാണ് ജംഷഡ്പൂരിൽ വന്നത്. പിന്നെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് പുതുക്കുന്ന രീതി, അല്ലെങ്കിൽ ഈ സീസണിലും കൂടെ കളിക്കുന്ന രീതിയിലേക്ക് ആകുകയാണ്. അപ്പം അദ്ദേഹം ISL നോക്കി കഴിഞ്ഞാൽ 63 മത്സരങ്ങൾ 14 ഗോളാണ്. അതൊരു ഗ്രേറ്റ് സ്റ്റാറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ഓർ എബോ ആവറേജ് സ്റ്റാറ്റാണ്. പക്ഷേ സ്റ്റിൽ യങ് ആണ്, 26 വയസ്സേ ഉള്ളൂ. വേണമെങ്കിൽ ഈ സീസണിൽ പറഞ്ഞ പോലെ ഖാലിദ് ജമീലിൻ്റെ അണ്ടറിൽ കത്തിക്കയറുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. മറ്റൊരു സെൻട്രൽ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ജോതം മൊറയാണ്. അദ്ദേഹം മുമ്പ് ജംഷഡ്പൂരിൽ കളിച്ചിരുന്ന പ്ലെയറാണ്. പിന്നീട് ചെന്നൈയിൽ പോയിരുന്നു. ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിലൂടെയാണ് ഇന്ത്യയിലേക്കൊക്കെ വരുന്നത്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ 28 വയസ്സേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് നമുക്ക് പരിശോധിക്കുമ്പോൾ 57 മത്സരങ്ങൾ 16 ഗോൾ. ഇതും ഒരു ഗ്രേറ്റ് സ്റ്റാറ്റ് ഒന്നും അല്ല, ഒരു എബോ ആവറേജ് ഓർ ആവറേജ് സ്റ്റാറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു നമ്പറാണ്. പക്ഷേ ലാസ്റ്റ് സീസണിൽ ആണെന്ന് തോന്നുന്നു അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തിരുന്നത്. ചെന്നൈയിൻ FC വേണ്ടി 28 മാച്ചിൽ നിന്ന് 7 ഗോളും 4 അസിസ്റ്റും വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഓൾ കോമ്പറ്റീഷനിൽ നിന്നാണ്. സോ അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇവരുടെ വിദേശ നിരയെ പറ്റി പറയുമ്പോഴത്തേക്കും എനിക്കൊരു വൗ ഫീലും തരുന്നില്ല. ISL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ഡീസൻറ്റ് സ്ക്വാഡ് എന്നുള്ള ലെവലിലാണ് പറയാൻ പറ്റുന്നത്. കാരണം ഇതിൽ ഹാവി ഹെർണാണ്ടസ് മാത്രമാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ISL പെർഫോം ചെയ്തിട്ടുള്ളൊരു പ്ലെയർ നമുക്ക് പറയാൻ പറ്റുന്നത്. ബാക്കി എല്ലാവരും ഒരു ഡീസൻറ്റ് സ്റ്റാറ്റ് അല്ലെങ്കിൽ എബോ ആവറേജ് സ്റ്റാറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ലെവലിൽ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സാണ് എന്നുള്ളതാണ്. സോ ഇവരൊക്കെ ഈ സീസണിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. പക്ഷേ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം കേട്ടോ. കാരണം കൃത്യമായി ഡിഫൻസിൽ 2 പ്ലേയേഴ്സ്, മിഡ്ഫീൽഡിൽ അതുപോലെ ഫോർവേഡിൽ, അങ്ങനെ ആ ഒരു ബാലൻസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൽ നിന്ന് 4 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഡിഫൻസിൽ സ്റ്റീഫൻ എസെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് റേറ്റ് എച്ചിക്കാവയും ആൻഡ് ഹാവി എന്നിവർ കളിക്കും. ആൻഡ് സെൻട്രൽ ഫോർവേഡിലേക്ക് വരുമ്പോഴത്തേക്കും ജോതം മറയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ചേഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ടാകാം. ഇത് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ്. പിന്നെ
ഇദ്ദേഹം കോച്ച് ഖാലിദ് ജമീൽ ഒരു ഫിസിക്കൽ പ്രസൻസ് അങ്ങനത്തെ ഉള്ള പ്ലെയേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോച്ചാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഞാനിത് പറഞ്ഞത്. സോ എന്താണ് ജംഷഡ്പൂർ എഫ് സിയുടെ വിദേശ നിരയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളെങ്ങനെ റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്താൽ മറ്റൊരു കാണിക്കാൻ സനിയ.